നമസ്കാരം. ഞാനിവിടെ പറയാൻ പോകുന്ന ടോപ്പിക് പ്രീവിയസ് സ്പേസ് ഇൻ ഓർത്തോഡോണിക്സ് ആണ്. പ്രീവിയസ് സ്പേസ് ഇൻ ഓർത്തോഡോണിക്സ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി നോർമൽ റെസ്റ്റ് പൊസിഷനിൽ ഇരിക്കുമ്പോൾ അയാളുടെ മുകൾത്താടിയിലെ പല്ലുകളും കീഴ്ത്താടിയിലെ പല്ലുകളും തമ്മിൽ കൂട്ടിമുട്ടില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അയാളുടെ മുകൾത്താടിയിലെ പല്ലുകളും കീഴ്ത്താടിയിലെ പല്ലുകളും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് ഫീൽ ചെയ്യും. ആ ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നതിനെയാണ് പ്രീവിയസ് സ്പേസ് ഇൻ ഓർത്തോഡോണിക്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വെർട്ടിക്കൽ ഡയമെൻഷൻ റെസ്റ്റ് മൈനസ് വെർട്ടിക്കൽ ഡയമെൻഷൻ ഒക്ലൂഷൻ എന്നാണ് പറയുന്നത്. അത് നമ്മളെങ്ങനെ മെഷർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ആദ്യം നമ്മൾ ടേപ്പ് എടുത്തിട്ട് മൂക്കിൻ്റെ അറ്റത്തും കീഴ്ത്താടി അറ്റത്തും പൊട്ടിക്കുക. എന്നിട്ട് ഇവിടെ രണ്ടിടത്തും ഓരോ പോയിന്റ്സ് മാർക്ക് ചെയ്യുക. ഇവിടെ വരെയുള്ള ഒരു മെഷർമെൻറ്റിനെയാണ് നമ്മൾ വെർട്ടിക്കൽ ഡയമെൻഷൻ്റെ റെസ്റ്റും വെർട്ടിക്കൽ ഡയമെൻഷൻ ഒക്ലൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ആ റെസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം പേഷ്യൻറ്റിനോട് എന്ന് പറഞ്ഞ് അയാളെ റെസ്റ്റ് പൊസിഷനിലേക്ക് കൊണ്ടുവരിക. എന്ന് പറയും. ഇപ്പോൾ പേഷ്യൻ്റ് റെസ്റ്റ് പൊസിഷനിലാണ്. എന്നിട്ട് നമ്മൾ ഈ മെഷർമെൻറ്റ് മെഷർ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമുക്ക് വെർട്ടിക്കൽ ഡയമെൻഷനായിട്ട് റെസ്റ്റ് കിട്ടി. ഇനി നമ്മൾ വെർട്ടിക്കൽ ഡയമെൻഷൻ ഒക്ലൂഷൻ മെഷർ ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി പേഷ്യൻറ്റിനോട് തുപ്പ് ഇറക്കി കടിക്കാൻ പറയുക. ഇപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് വെർട്ടിക്കൽ ഡയമെൻഷൻ ഒക്ലൂഷൻ. ഇപ്പോൾ നമുക്ക് വെർട്ടിക്കൽ ഡയമെൻഷൻ റെസ്റ്റും കിട്ടി, വെർട്ടിക്കൽ ഡയമെൻഷൻ ഒക്ലൂഷൻ കിട്ടി. ഇവർ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് പ്രീവിയസ് സ്പേസ് എന്ന് പറയുന്നത്. സാധാരണ ഒരു മനുഷ്യന് കണ്ടുവരുന്നത് 2 to 3 mm വരെയാണ് സാധാരണയായി കണ്ടുവരുന്നത്. ഈ സ്പേസിനെയാണ് നമ്മൾ പ്രീവിയസ് സ്പേസിൽ ചെയ്യുന്നത്.